കാർഡ് നഷ്ടപ്പെട്ടു, ആധാർ നമ്പറും മറന്നു, ആധാർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുമില്ല. ഇനി എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആധാർ എടുക്കും? ഇതാണോ നിങ്ങളുടെ പ്രശ്നം? വിഷമിക്കേണ്ട, പരിഹാരമുണ്ട്. ജനഹിതം 24x7 എല്ലാവർക്കും സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ ആധാർ കാർഡ് കളഞ്ഞു പോയാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ ജനഹിതം ഡിജി പവറിൽ വിശദീകരിക്കാൻ പോകുന്നത്. നഷ്ടപ്പെട്ട ഈ ആധാർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ആധാർ കാർഡ് നഷ്ടപ്പെട്ടാലും ആധാർ നമ്പറിന് ഒരു കുഴപ്പമില്ല, അതെന്നും ഉപയോഗിക്കാനാകും എന്നതാണ്. കാർഡ് നഷ്ടപ്പെട്ടാലും കേടുവന്നാലും എവിടെയെങ്കിലും വെച്ച് മറന്നുപോയാലും പുതിയ ആധാറിന് അപേക്ഷിക്കേണ്ടതില്ല. വീണ്ടും ഡൗൺലോഡ് ചെയ്യാനോ റീപ്രിന്റ് ചെയ്യാനോ സാധിക്കും. ഇത് രണ്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആധാർ എളുപ്പത്തിലെടുക്കാൻ ആധാർ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച വഴി. അതിനായി UIDAIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. UIDAI.gov.in എന്നാണ് വെബ്സൈറ്റ് URL. സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ, എൻറോൾമെന്റ് ID അല്ലെങ്കിൽ വിർച്വൽ ID എന്നിവ നൽകുക. ശേഷം കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ആൻഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ PDF ഫയലായി ഡൗൺലോഡ് ആകും. ഈ PDF ഫയൽ പാസ്വേഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിരിക്കും. അത് തുറക്കാൻ നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. കൂടെ നിങ്ങളുടെ ജനിച്ച വർഷവും ചേർക്കുക. ഉദാഹരണത്തിന് എൻ്റെ പേര് ശ്രീഷ എന്നാണ്. ജനിച്ച വർഷം 1996. അപ്പോൾ പാസ്വേഡ് SREE 1996 എന്നായിരിക്കും. നിങ്ങൾക്ക് ആധാർ കാർഡിൻ്റെ ഫിസിക്കൽ കോപ്പി വേണമെങ്കിൽ റീപ്രിൻ്റ് എടുത്ത് വീട്ടിൽ വരുത്താവുന്നതാണ്. അതിനായി ഓർഡർ ആധാർ റീപ്രിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ വിർച്വൽ ID നൽകുക. ഇനി നേരത്തെ ചെയ്തതുപോലെ ക്യാപ്ച കോഡ് നൽകി സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകണം. തുടർന്ന് ലോഡാകുന്ന പേജിൽ നൽകിയിരിക്കുന്ന നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. ശേഷം 50 രൂപ UPI കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴി അടയ്ക്കണം. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ പ്രിന്റ് ചെയ്ത ആധാർ കാർഡ് ഇന്ത്യ പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. ഇത്രയും കേൾക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതെങ്ങനെ വർക്കാകും എന്ന സംശയം ഉണ്ടാകും അല്ലേ? ശരിയാണ്. നിങ്ങളുടെ മൊബൈൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ 2 രീതികളും ഉപയോഗിക്കാൻ കഴിയൂ. പക്ഷെ ലിങ്ക് ചെയ്യാത്തവർക്കും ആധാർ തിരിച്ചെടുക്കാൻ വഴിയുണ്ട്. മൊബൈൽ നമ്പർ ആധാറുമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നില്ലെങ്കിലോ അടുത്തുള്ള ആധാർ സേവാ കേന്ദ്രം സന്ദർശിക്കുക. ഇതിനായി പോകുമ്പോൾ പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതാൻ മറക്കരുത്. അടുത്തുള്ള ആധാർ സെൻറ്റർ സന്ദർശിച്ച് ആധാർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ആധാർ കറക്ഷൻ ഫോം പൂരിപ്പിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനോ ലിങ്ക് ചെയ്യാനോ ആവശ്യപ്പെടണം. നമ്പർ അപ്ഡേറ്റ് ചെയ്ത ശേഷം സാധാരണയായി 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആധാർ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാനോ റീപ്രിന്റ് ചെയ്യാനോ സാധിക്കും. ഇനി നിങ്ങൾക്ക് അടുത്തുള്ള ആധാർ സെൻറ്റർ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനും വഴിയുണ്ട്. വെബ്സൈറ്റിലെ ലൊക്കേറ്റ് എൻറോൾമെന്റ് സെൻറ്റർ എന്ന ഓപ്ഷൻ നോക്കിയാൽ ഏറ്റവും അടുത്തുള്ള ആധാർ സെൻറ്റർ ലൊക്കേഷൻ കിട്ടും. ഇനി പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ആധാർ കാർഡ് നഷ്ടപ്പെട്ടു, ആധാർ നമ്പറും മറന്നു, എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആധാർ എടുക്കും എന്നത്. മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും പ്രശ്ന പരിഹാരം എളുപ്പമാണ്. ആധാർ നമ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പേര്, മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ എന്നിവ എൻ്റർ ചെയ്ത ശേഷം ക്യാപ്ച കോഡ് അടിച്ച് സെൻഡ് OTP ഓപ്ഷൻ കൊടുക്കുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകിയാൽ നിങ്ങളുടെ ആധാർ നമ്പർ സ്ക്രീനിലോ അല്ലെങ്കിൽ SMS രൂപത്തിലോ കാണാൻ കഴിയും. ഇനി ഒരു സാധ്യത കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആധാർ കാർഡ് നഷ്ടപ്പെട്ടു, ആധാർ നമ്പർ മറന്നു, ആധാർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുമില്ല. ഇനി എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആധാർ എടുക്കും? ഇതാണ് അടുത്ത പ്രശ്നം. ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് ആധാർ എടുക്കാൻ കഴിയില്ല. കാരണം ആധാർ ഓൺലൈൻ സേവനങ്ങൾ OTP അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് ആധാറിനോട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ആധാർ നമ്പർ ഉണ്ട്, പക്ഷെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും എന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആധാർ നമ്പറും ഇല്ല, മൊബൈൽ ലിങ്കിങ്ങും നടന്നിട്ടില്ല എന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യും എന്നുള്ളതാണ്. ഇത് തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. UIDAIയുടെ നിയമപ്രകാരം മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവർ ആധാർ സേവനങ്ങൾ ലഭിക്കാൻ സ്വയം ഹാജരാവേണ്ടതുണ്ട്. നിങ്ങൾ ആധാർ
എൻറോൾമെൻറ്റ് സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ഒരു ആധാർ സേവാ കേന്ദ്രത്തിലേക്കോ നേരിട്ട് പോവുക. അവിടെ ചെന്ന് പ്രശ്നം പറയുമ്പോൾ പരിഹാര മാർഗ്ഗങ്ങൾ അവർ നിർദ്ദേശിക്കും. അവിടേക്ക് പോകും മുമ്പ് അവിടെ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അക്കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം. ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ID പ്രൂഫ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അത് പാൻ കാർഡ്, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ് വിത്ത് ഫോട്ടോ എന്നിവയിൽ ഏതുമാകാം. നിങ്ങളുടെ പേര്, ജനനത്തീയതി, അഡ്രസ്, മൊബൈൽ നമ്പർ എന്നിവ പൂരിപ്പിച്ചാൽ അവർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറിലേക്ക് ലിങ്ക് ചെയ്യും. ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാനായി നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്, ഐറിസ് സ്കാൻ അല്ലെങ്കിൽ ഫോട്ടോ എന്നിവ വീണ്ടും എടുക്കുന്നതായിരിക്കും. 7 മുതൽ 10 ദിവസം കൊണ്ട് ഈ അപ്ഡേറ്റ് പ്രോസസ്സ് പൂർത്തിയായേക്കും. ഈ പ്രോസസ്സ് പൂർത്തിയായെന്ന് UIDAI SMS മുഖേനയായിരിക്കും അറിയിക്കുക. ഇതോടെ ആധാർ നമ്പർ തിരിച്ചുപിടിക്കാനും ആധാർ ഡൗൺലോഡ് ചെയ്യാനും റീപ്രിന്റ് ഓർഡർ ചെയ്യാനും കഴിയും. ഇനി പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ് നമ്മളുടെ കളഞ്ഞുപോയ ആധാർ കാർഡ് മറ്റാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അവരത് ദുരുപയോഗം ചെയ്യുമോ എന്നുള്ളത്. ശരിയാണ്, കളഞ്ഞുപോയ ആധാർ കാർഡ് മറ്റാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പേര്, ജനനത്തീയതി, ഫോട്ടോ, ആധാർ നമ്പർ, അഡ്രസ്, QR കോഡ് എന്നിവയെല്ലാം കാർഡിലുള്ളതുകൊണ്ട് തന്നെ ആൾമാറാട്ടത്തിനോ സാമ്പത്തിക തട്ടിപ്പിനോ ഉപയോഗിച്ചേക്കാം. ഇത്തരത്തിൽ കളഞ്ഞു കിട്ടിയ ആധാർ ഉപയോഗിച്ച് ഫേക്ക് സിം കാർഡ് എടുക്കാൻ ചില തട്ടിപ്പുകാർ ശ്രമിച്ചിട്ടുള്ളതായി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വലിയ ടെലികോം കമ്പനികൾ ബയോമെട്രിക് വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതൊരു പരിധിവരെ ഇത്തരം തട്ടിപ്പുകൾ കുറയാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ ബാങ്ക് അക്കൗണ്ട് തുറക്കാനും വായ്പ എടുക്കാനും ഒക്കെ ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ആധാർ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇവയ്ക്കിപ്പോൾ OTP പ്ലസ് ബയോമെട്രിക്സ് വേണം. ബാങ്കിൽ ഈ ഡോക്യുമെന്റ് നൽകുന്ന ആളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ സാധാരണ സംഭവിക്കാറില്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് ആധാറിനെ ബയോമെട്രിക് പ്ലസ് OTP ബേസ്ഡ് സിസ്റ്റമാക്കി തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് ആധാർ നമ്പർ മാത്രം ഉപയോഗിച്ച് ഇത്തരം ഇടപാടുകൾ ചെയ്യാൻ കഴിയില്ല. എങ്കിലും സുരക്ഷയ്ക്കായി UIDAI ഒരു സുരക്ഷാ ഫീച്ചർ കൂടി നൽകുന്നുണ്ട്. ആധാർ നമ്പർ ലോക്ക് ചെയ്യുക എന്നതാണ് ഈ ഫീച്ചർ. myAadhar.uidai.gov.in എന്ന ലിങ്ക് വഴി ആധാർ ലോക്ക് ചെയ്യാവുന്നതാണ്. ലോക്ക് ചെയ്താൽ ആധാർ ഉപയോഗിച്ച് ബയോമെട്രിക് അല്ലെങ്കിൽ OTP അടിസ്ഥാനമാക്കിയുള്ള അനധികൃത ഇടപാടുകൾ തടയാൻ സാധിക്കും. ഇനി ഭാവിയിൽ ആധാർ കാർഡ് നഷ്ടപ്പെടാതെ സുരക്ഷിതമായിരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടി നോക്കാം. നിങ്ങളുടെ ആധാറിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി എപ്പോഴും ഇമെയിലിലോ ക്ലൗഡ് ഡ്രൈവിലോ സൂക്ഷിക്കുക. ഡിജിലോക്കർ ആപ്പിലും ഇത് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഈ ആപ്ലിക്കേഷന് നിയമപരമായി അംഗീകാരമുള്ളതുകൊണ്ട് സുരക്ഷിതമാണ്. ഒപ്പം നിങ്ങളുടെ ആധാർ വിവരങ്ങൾ പരസ്യമായി പങ്കുവെക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. നിങ്ങൾ ദൂരയാത്ര പോകുമ്പോഴും മറ്റും ആധാറിൻ്റെ ഡിജിറ്റൽ കോപ്പി കയ്യിൽ കരുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയെങ്കിൽ ആധാർ നഷ്ടപ്പെടാനുള്ള ചാൻസ് തന്നെ ഉണ്ടാവില്ല. എന്തായാലും നഷ്ടപ്പെട്ട ആധാർ കാർഡ് വീണ്ടെടുക്കാൻ ഓഫ്ലൈനായും ഓൺലൈനായും പല വഴികളുമുണ്ടെന്നും നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്ന് വ്യക്തമായല്ലോ. വെറും 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറുപടി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്കായി ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.